രാധേശ്യാം ജയ ശ്രീ രാധേ രാധേ. ഇന്ന് നമുക്ക് നാരായണീയത്തിൻ്റെ ദശകം 61 വിപ്രപത്യന്യനുഗ്രഹം അതാണ് പറയാനുള്ളത് കേട്ടോ. അപ്പം ഞാൻ വായിക്കാമേ. ആരെങ്കിലും ഉണ്ടോ ലൈവിൽ? ആരെയും കാണുന്നില്ല, അപ്പം ഞാൻ വായിക്കാം. തതച്ഛ വൃന്ദാവനതോ പതി ദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തതരദ്വിജാംഗനാ കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. അത്യന്തം ഭക്തകളായ ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കുവാനുള്ള ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് അനന്തരം അവിടുന്ന് ഗോപന്മാരോടും ഗോക്കളോടുമൊപ്പം വൃന്ദാവനത്തിൽ നിന്നും വളരെ അകലെയുള്ള ഒരു വനത്തിലേക്ക് പോവുകയുണ്ടായല്ലോ. അപ്പോൾ ഭഗവാൻ എന്താ പറയുക, ഗോപന്മാരെയും ഗോക്കളോടുമൊപ്പം വൃന്ദാവനത്തിൽ നിന്നും വളരെ അകലേക്കുള്ള ഒരു വനത്തിലേക്ക് പോവുകയുണ്ടായിരുന്നു. കാരണം അത് എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അങ്ങനെ പോയത്? അത്യന്തം ഭക്തകളായിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത്യന്തം ഭഗവാനിൽ ഭക്തിയുള്ള ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഗോപന്മാരോടും ഗോക്കളോടുമൊപ്പം വൃന്ദാവനത്തിൽ നിന്നും വളരെ അകലെയുള്ള ഒരു വനത്തിലേക്ക് പോയി. തദോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ശ്രുതിതം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വിസൃജ്യോദീതി വിയാചനായതാൻ. ആശ്രയം ഒന്നുമില്ലാത്ത വനാന്തരത്തിൽ ബാലകന്മാർ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും വലഞ്ഞു. ഇത് കണ്ട് ദൂരത്തല്ലാതെ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണരുടെ അടുത്തേക്ക് അന്നം യാചിക്കുന്നതിന് വേണ്ടി അവരെ പറഞ്ഞയച്ചു. അപ്പൊ ആശ്രയം ഒന്നുമില്ലാത്ത വനാന്തരത്തിൽ ആ ബാലകന്മാർ എന്ത് ചെയ്തു? വിശപ്പും ദാഹവും കൊണ്ട് വലയുകയാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു ഏറ്റവും വലിയ അത്യാവശ്യമാണല്ലേ വിശപ്പിന് ആഹാരം കഴിക്കുക എന്നുള്ളത്, ദാഹത്തിന് ജലം കുടിക്കുക എന്നുള്ളത്. അപ്പൊ ആ വിശപ്പും ദാഹവും അകറ്റാൻ വേണ്ടി അവിടെയുള്ള ആ ഭഗവാന്റെ കൂടെ വന്ന ആ ബാലകന്മാരെ എവിടേക്ക് പറഞ്ഞയക്കുകയാണ്? ആശ്രയം ഒന്നുമില്ലാത്ത വനാന്തരത്തിൽ ബാലകന്മാർ വിശപ്പും കൊണ്ടും ദാഹം കൊണ്ടും വലഞ്ഞു. ഇത് കണ്ട് ദൂരത്തല്ലാതെ യാഗം ചെയ്തുകൊണ്ടിരുന്ന ബ്രാഹ്മണരുടെ അടുത്തേക്ക് അന്നം യാചിക്കുന്നതിന് വേണ്ടി അവരെ പറഞ്ഞയച്ചു. അപ്പൊ ബ്രാഹ്മണരുടെ അടുത്തേക്കാണ് ഭഗവാൻ അവരെ പറഞ്ഞയക്കുന്നത്. ഗതേശ്വദോ തേഷഫിദായതേ ഫദീനാം കുമാരകേശ്വാദനയാചിക്ഷു പ്രഭോ ശ്രുതിസ്ഥിരാ അപ്യഫിന്നിന്നുരാ ശ്രുതിം ന കിഞ്ചിദൂചൂച്ച മഹീസുരോത്തമാ. അനന്തരം ആ ബാലകന്മാർ യജ്ഞശാലയിൽ എത്തി. അവിടുത്തെ പേര് പറഞ്ഞ് അവർ അന്നം യാചിച്ചു. ആ ബ്രാഹ്മണർ ശ്രുതിസ്ഥിരരായിരുന്നെങ്കിലും വേദത്തിൽ നല്ല പാണ്ഡിത്യമുള്ളവരെങ്കിലും യാചന കേട്ടില്ലെന്ന മട്ടിൽ അശ്രുതികളായി ഒന്നും കേൾക്കാത്തവരായി അഭിനയിച്ചു. അപ്പോൾ ഭഗവാൻ എന്താ പറയുന്നത്? ഭഗവാൻ അവരെ അന്നം യാചിക്കാൻ വേണ്ടി അവിടേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ആ ബാലകന്മാർ ചെന്നിട്ട് അവിടെ ചെന്ന് ആ ബ്രാഹ്മണരോട് ഇങ്ങനെ അന്നം യാചിക്കുകയാണ്. ഞങ്ങൾക്ക് അന്നം എന്തെങ്കിലും തരൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ യാചിക്കുകയാണ്. അപ്പോഴോ അവരുടെ ആ യാചന കേട്ടിട്ട് ആ ബ്രാഹ്മണര് ശ്രദ്ധിച്ചില്ല, അവരെ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അനാദരാദ് കിന്നദിയോ ഹി ബാലകാഃ സമായയുർയുക്തമിദം ഹി യജസ്സു ചിരാദ ഭക്തഃ ഖലു തേ മഹേസുരാഃ കദം ഹി ഭക്തം ത്വയി തൈ സമർപ്യതേ. അപ്പോൾ ബ്രാഹ്മണരാൽ തങ്ങളുടെ യാചനയെ നിഷേധിക്കപ്പെട്ട അനാദരത്താൽ ദുഃഖിച്ചുകൊണ്ട് ബാലകന്മാർ തിരികെ വന്നു. യാഗതൽപരരായവരിൽ ഇത് ഉചിതം തന്നെയാണ്. ആ ബ്രാഹ്മണർ വളരെ കാലമായി അഭക്തരാണ്. അതിനാൽ അവർക്ക് എങ്ങനെയാണ് ഭഗവാന് ഭക്ഷണം സമർപ്പിക്കാൻ കഴിയുക? അപ്പൊ എന്തുകൊണ്ടാണ് ആ ബ്രാഹ്മണര് ഭക്ഷണം കൊടുക്കാതിരുന്നത്?
അവര് ഭഗവാനിൽ അഭക്തരായിട്ടിരിക്കുകയാണ്. അവരവരുടെ ആ ഭക്തിയും അവരുടെ ആ എന്താ പറയാ ആ നല്ല ഇതും എല്ലാം മറന്ന് അവർ ജീവിക്കുകയാണ്. ആ ബ്രാഹ്മണർ ഇതെല്ലാം മറന്ന് യജ്ഞങ്ങളും യാഗങ്ങളും അവരുടെ കർമ്മങ്ങളും അവരുടേതായിട്ടുള്ള എല്ലാ ഭഗവാന്റെ ആ സേവകളും എല്ലാം മറന്ന് ആ ബ്രാഹ്മണർ ജീവിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ബ്രാഹ്മണർ ഈ ബാലകന്മാർക്ക് ഭക്ഷണം ദാനമായി കൊടുക്കാഞ്ഞതും ഭക്ഷണം ദാനമായി ചോദിച്ചു വന്ന സമയത്ത് അത് കേൾക്കാതെ നിന്നതും. നിവേദദ്ദും ഗൃഹിണീജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാഹ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാസ്തേ ദാരകാദാരജയം യയാചിരേ. നിങ്ങൾ എന്നെക്കുറിച്ച് ബ്രാഹ്മണ പത്നിമാരെ അറിയിക്കൂ, കരുണാവായ്പുള്ള അവർ നിങ്ങൾക്ക് ഭക്ഷണം തരും എന്നിങ്ങനെ മന്ദസ്മിതത്തോടെ അവിടുന്ന് പറഞ്ഞത് കേട്ട് ബാലകന്മാർ പോയി ബ്രാഹ്മണ പത്നിമാരോട് അന്നം യാചിച്ചു. അപ്പം ഭഗവാൻ പറയുകയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഇപ്പൊ ഈ ബ്രാഹ്മണരല്ലേ നിങ്ങൾക്ക് അന്നം തരാഞ്ഞത്, സാരമില്ല, നിങ്ങൾ ചെന്ന് ബ്രാഹ്മണ പത്നിമാരോട് ചെന്ന് നിങ്ങൾ അന്നം യാചിക്കൂ, അപ്പോൾ അവര് നിങ്ങൾക്ക് അന്നം തരുന്നതായിരിക്കുമെന്ന് പറയുകയാണ്. ഗൃഹീനാപ്തി സ്വയം സംഭ്രമാകുല ചതുർവിധം ഭോജരസം പ്രഗൃഹ്യതാഃ ചിരം ധൃതത്വാത് പ്രവിലോകനാഗ്രഹാഃ സഖൈർനിരുദ്ധാ അഭിതൂർണമായയൂഃ. വളരെ കാലമായി അവിടത്തെ കാണാനുള്ള ആഗ്രഹത്തോടെ കാത്തിരുന്ന ബ്രാഹ്മണ പത്നിമാർ അവിടത്തെ പേര് കേട്ട ഉടനെ പാരവശ്യം പൂണ്ട് തിടുക്കത്തോടെ 4 തരം ഭോജ്യങ്ങളും എടുത്ത് സ്വജനങ്ങൾ തടഞ്ഞിട്ട് പോലും വകവയ്ക്കാതെ അവിടത്തെ സമീപം എത്തി. അപ്പോ ബ്രാഹ്മണ സ്ത്രീകളോട് പോയി യാചിക്കുകയാണ് ബാലകന്മാർ. അപ്പൊ ബ്രാഹ്മണ സ്ത്രീകൾ എന്താ, ഭഗവാനെ കാണാൻ വേണ്ടി, ഭഗവാന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഭഗവാൻ ഒരു നോക്കൊന്ന് വന്നെങ്കിലെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ബ്രാഹ്മണ സ്ത്രീകള് ഈ കുട്ടികൾ ബാലകന്മാര് വന്ന് ഭഗവാന്റെ കാര്യം പറഞ്ഞ ഉടനെ അവര് സ്നേഹത്തോടെ ഓടി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അവര് അവിടെ സമീപം എത്തുകയാണ്. വിലോലപിഞ്ചം ചിഗുരേ കപോലയോഹ സമുല്ല സത്കുണ്ടലമാർദ്രമീഷിതേഹ നിതായ ബാഹും സുഹൃദം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാഃ. തലമുടിയിൽ ഇളകുന്ന മയിൽപ്പീലി അലങ്കാരമായി അണിഞ്ഞും കവിളുകളിൽ പ്രതിഫലിച്ചു തിളങ്ങുന്ന കുണ്ടലങ്ങളാലും ആർദ്രമായ നോട്ടത്തോടെയും സുഹൃത്തിന്റെ തോളിൽ കൈവച്ച് വിളങ്ങുന്ന അവിടത്തെ ആ സ്ത്രീകൾ കണ്ണിറയെ കണ്ടു. അപ്പോ ആ സ്ത്രീകൾ എന്താ ചെയ്യുന്നേ, ഭഗവാൻ വന്നതുകൊണ്ട് ഭഗവാന്റെ ആ സൗന്ദര്യം കണ്ടിട്ട്, ഭഗവാന്റെ ആ മയിൽപ്പീലി ചൂടിയേക്കുന്ന കണ്ടിട്ട്, ഭഗവാന്റെ ആ സൗകുമാര്യം കണ്ടിട്ട് അവരെന്ത് ചെയ്യാണ്, അവരുടെ ആ സ്ത്രീകൾ അവിടെ വന്ന് ഭഗവാനെ ഇങ്ങനെ കണ്ണിറയെ ആ ഭഗവാനെ കാണുകയാണ്. തഥാ ച കാചിത് ത്വദുപാഗമോദിതാ ഗൃഹീതഹസ്താ ദയിതേന യജ്വനാഃ തദൈവ സംചിന്യ ഭവന്തമഞ്ജസാ വിവേശ കൈവല്യമഹോ കൃതീന്യസൗ. അപ്പോൾ അവിടുത്തെ അടുക്കലെത്താൻ ശ്രമിച്ച ഒരു ബ്രാഹ്മണ പത്നിയെ യാഗം ചെയ്യുന്ന ഭർത്താവ് കയ്യിൽ പിടിച്ചു തടഞ്ഞു. അവിടത്തെ കാണുന്നതിനെ തടഞ്ഞതിൽ മനം നൊന്ത് അവിടത്തെ ധ്യാനിച്ചുകൊണ്ട് സ്വശരീരം ഉപേക്ഷിച്ച് അവൾ ഭഗവാനിൽ ലയിച്ചു മോക്ഷം നേടിയവളായി. ആശ്ചര്യം, അവൾ ഭാഗ്യവതി തന്നെയാണ്. അപ്പോ അതിലൊരു ബ്രാഹ്മണ സ്ത്രീ ഇങ്ങനെ വന്നപ്പോ ആ ബ്രാഹ്മണ സ്ത്രീ ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടിട്ട് ആ ബ്രാഹ്മണ സ്ത്രീയുടെ പത്നി, അതായത് ഭർത്താവ്, ബ്രാഹ്മണ സ്ത്രീയുടെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ പോവാൻ കഴിയുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ബ്രാഹ്മണ സ്ത്രീ കുഴഞ്ഞു വീഴുകയും മരണപ്പെടുക, അതായത് ഭഗവാനിൽ ലയിക്കുകയാണ് ചെയ്തത്. ഭഗവാൻ ആ മോക്ഷം ഭഗവാൻ അപ്പോൾ തന്നെ ആ ബ്രാഹ്മണ സ്ത്രീക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അദായ ഭോജ്യാനനുഗ്രഹ്യാതാഃ പുനഃസ്ത്വദംഗസംഗത്പൃഹയോജ്ജതീർഗൃഹം വിലോകയജ്ഞായ വിസർജയിന്നിമാ ചകർദഭർത്യൂനപി
താസ്വഗർഹണാൻ. ആ ബ്രാഹ്മണ പത്നിമാർ കൊണ്ടുവന്ന ഭോജ്യവസ്തുക്കൾ സ്വീകരിച്ച് അവരെ അവിടുന്ന് അനുഗ്രഹിച്ചു. സർവ്വതും പരിത്യജിച്ച് അവിടത്തെ അംഗത്തിൽ ലയിക്കാൻ മോക്ഷചിന്തയിൽ തൽപരരായി വന്ന അവരെ യജ്ഞപൂർത്തിക്കായി അവിടുന്ന് തിരിച്ചയക്കുകയും ഭർത്താക്കന്മാർക്ക് അവരോട് വെറുപ്പില്ലാത്തവരായി തീർക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ എന്താണ് ചെയ്യുന്നത്? ഭഗവാനിൽ ലയിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ ആ എന്താ പറയുക, ഭഗവാന്റെ ആ ഭക്തിയിൽ, ഭഗവാനിൽ ആ മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടി വന്ന ആ ബ്രാഹ്മണ സ്ത്രീകളെ ഭഗവാൻ അപ്പോൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുകയാണ്. ഭഗവാൻ അവരുടെ ഭോജ്യ വസ്തുക്കളെല്ലാം സ്വീകരിച്ചിട്ട് ഭഗവാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. നിരൂപ്യ ദോഷം നിജമംഗലാജനേ വിലോക്യ ഭക്തിം ച പുനർവിചാരിഫീഹ പ്രബുദ്ധതസ്തോമഭിഷ്ടുദോദിജൈർ മരുത്പുരാദേശ നിരുന്ദിമേ ഗതാൻ. ബ്രാഹ്മണരാകട്ടെ തങ്ങളുടെ പ്രവൃത്തിയിലെ ദോഷത്തെ ചിന്തിച്ച് മനസ്സിലാക്കുകയും പത്നിമാരുടെ ഭക്തിയെ തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും തങ്ങളുടെ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് തത്വബോധം ഉണർന്നവരായി തീർന്ന് അവിടത്തെ സ്തുതിക്കുകയും ചെയ്തു. അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അടിയന്റെ രോഗങ്ങളെ ഇല്ലാതെ ആക്കണമേ. അങ്ങനെയുള്ള അപ്രകാരമുള്ള, അതായത് ബ്രാഹ്മണരാകട്ടെ തങ്ങളുടെ പ്രവൃത്തിയിലെ ദോഷത്തെ ചിന്തിച്ചു മനസ്സിലാക്കുകയും പത്നിമാരുടെ ഭക്തിയെ തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും തങ്ങളുടെ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് തത്വബോധം ഉണർന്നവരായി തീർന്ന് അവിടത്തെ സ്തുതിക്കുകയും ചെയ്തു. അപ്പൊ കണ്ടില്ലേ, അപ്രകാരമുള്ള, അങ്ങനെ ചെയ്യിപ്പിച്ച അപ്രകാരമുള്ള അല്ലയോ ഗുരുവായൂരപ്പ, അടിയന്റെ രോഗങ്ങളെ എല്ലാം ഇല്ലാതാക്കണമേ. അപ്പോൾ എന്താണ് ആ ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഭഗവാനോടുള്ള ആ ഭക്തി, ഭഗവാനിൽ ലയിക്കണമെന്നുള്ള അല്ലെങ്കിൽ മോക്ഷം കിട്ടണമെന്നുള്ള ആ ഒരു ഇത് എല്ലാം കണ്ട് മനസ്സിലാക്കി, ആ ഭക്തിയും എല്ലാം കണ്ട് മനസ്സിലാക്കി ബ്രാഹ്മണ പത്നിമാരുടെ പതിമാരെല്ലാം എന്ത് ചെയ്യാണ്? തിരിച്ച് മനസ്താപപ്പെട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവരെ സ്തുതിപ്പിച്ച ഭഗവാനെ അടിയന്റെ രോഗങ്ങളെയെല്ലാം ഇല്ലാതാക്കണമേ എന്നിവിടെ പറയുകയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട്. അപ്പം പൂന്താനം, മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് അവരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ് ഈ ഒരു അവസരത്തിൽ. പിന്നെ കുറൂരമ്മ, അവരൊക്കെ ഭഗവാന്റെ അത്രയും വലിയ ഭക്തരാണ്. ഭക്തരെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഭഗവാന്റെ അടുത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ അവരെ നമ്മൾ തീർച്ചയായിട്ടും സ്മരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവരെയും കൂടെയൊക്കെ സ്മരിക്കുമ്പോഴാണ്, അവരെയും കൂടെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനിലോട്ട് എളുപ്പം ആ ഒരിത് കിട്ടുന്നത്, ഒരു ഭക്തിയും അടുക്കാനും കഴിയുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയാണ് ദശകം 61. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വിപ്രപത്യനുഗ്രഹം എന്നാണ്. ഇത് 61ാമത്തെ ദശകമാണ്. ഇപ്പം സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ, ജയ് ശ്രീ രാധേശ്യാം. അപ്പോൾ ഇന്ന് ഇത്രയാണ് പറയാനുള്ളത്. അപ്പം ഇന്ന് ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്നൊന്ന് നോക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചോദിക്കും, എന്താ കുറച്ച് സ്പീഡായിട്ട് പോകണമെന്ന് ചോദിച്ചോ. അത് കുറച്ച് തിരക്കുകൾ, നമുക്ക് വീട്ടിൽ കുറച്ച് തിരക്കുകളൊക്കെ കാണുമല്ലോ, ജോലികൾ, അങ്ങനെ കുറച്ച് തിരക്കുകളുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഒന്നും തോന്നരുതേ. പിന്നെ എന്താ വെച്ചാൽ, എന്താ പറയുക, എന്നോട് കുറച്ച് പേര് മെയിലിൽ വന്നിട്ട് ചോദിച്ചു, ഞങ്ങൾ ഒരുപാട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പണ്ട് തൊട്ടേ ഭക്തരാണ്, അമ്പലങ്ങളിലെല്ലാം പോവും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കൊരു ഉയർച്ച അങ്ങനെ ഉണ്ടാകുന്നില്ല. അത് ചിലപ്പോൾ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ദുരിതം വരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ദോഷങ്ങൾ അങ്ങനെ എന്തെങ്കിലും കാണും, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല, സാവധാനം അത് മാറിക്കൊള്ളുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇത്രയും ആണ് പറയാനുള്ളത്. അപ്പം ആരൊക്കെ ഇതിൽ വന്നിട്ടുള്ളതെന്നൊന്ന് നോക്കട്ടെ. ഒരുപാട് പേരുണ്ട് കേട്ടോ, വായിക്കാൻ നിന്നാ ഒരുപാടുണ്ട്. കുഞ്ഞാവ, സുനീഷ്, കുക്ക് വിത്ത് കോമാളി, അയാം, ആഷിക് ബോയ്, ആരോമൽ, രേവതി, രാമായണ, ആരോമൽ രാമായണം അല്ല, ഇത് നാരായണീയമാണ് കേട്ടോ. ദാൻ, ജോജോ, നൂർജഹാൻ, ക്യൂട്ട് ബോയ്, മോഹൻ, ആദർശ്, വാണി, ഫാത്തിമ, സജി, അശ്വതി, ഫ്രണ്ട്സ്, അച്ചൂസ്, ദഖ്, ഗുരുവായൂർ കണ്ണൻ ജോയിൻഡ്,
ഋഷഭ, അൻസക്സ്, ജസിൻ, വിപിൻ കൃഷ്ണ. അപ്പോൾ ഇത്രയും പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വന്നതിൽ സന്തോഷം. ഞാൻ ഞായറാഴ്ചയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി നാരായണിയും വരാമെന്ന് കരുതി അങ്ങനെയാണ് വന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ. ഭഗവാനോട് പ്രാർത്ഥിക്കുക നമ്മുടെ ദുരിതങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുക, നല്ലതാവുക. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. ജയ് ശ്രീ രാധേശ്യാം.